ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചേരുന്നത് എന്തായിരുന്നു? എക്സസൈസ് 8.2 ആയിരുന്നു. അപ്പോൾ അതിലെ ഒരു ക്വസ്റ്റ്യനും അതായത് അതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു 5 സബ് ക്വസ്റ്റ്യനോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. ഇനി നമ്മൾ അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു MCQ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കിയേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 tan 30 by 1 plus tan square 30. അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ 2 tan 30 by 1 plus tan square 30. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എഴുതുകയാണ് tan 30യുടെ വാല്യൂ. എന്താണ് tan 30യുടെ വാല്യൂ? എന്താണ് tan 30? tan 30 എന്ന് പറഞ്ഞാൽ 1/√3. 1/√3. നാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു tan 30യുടെ വാല്യൂ എന്താണ്? 2 ഇൻറ്റു 1/√3 ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് 1/√3 ഓൾ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 1/√3. എന്ത് കിട്ടും ആൻസർ? 2/√3. 2/√3 ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് ഈ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്ക്വയർ 1നും കൊടുക്കും, അതുപോലെ √3ക്കും കൊടുക്കും. ഓക്കെ, അപ്പോൾ 1 കൊടുക്കുമ്പോൾ 1ൻ്റെ സ്ക്വയർ എത്രയാണ്ടാ? 1/√3യുടെ സ്ക്വയർ എന്താണ്? 3 ആണ്. നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 2/√3. അങ്ങനെ തന്നെ ഉണ്ട്. 2/√3 ഓൾ ഡിവൈഡ് ബൈ, ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 1 ബൈ 1 ഇൻറ്റു 3 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 3 എന്താണ് ആൻസർ? 3 പ്ലസ് 1/3. സോ ഫൈനൽ ആൻസർ 2/√3 ഓൾ ഡിവൈഡ് ബൈ 3 പ്ലസ് എന്ന് പറയുന്നത് എന്താണ് ആൻസർ? 4 അല്ലേ? 4/3. ദാറ്റ്സ് ഈക്വൽ ടു 2/√3 ഇൻറ്റു 4/3 എന്താണ്? മുകളിൽ പോകുമ്പോൾ എന്താവും? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത്, അതായത് തലതിരിച്ച് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം അല്ലേ? 4ഉം 2 കൂടെ ക്യാൻസൽ ആയി പോകും. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1ഉം 2 എന്നുള്ള ആൻസർ കിട്ടും. സോ 1 ഇൻറ്റു 3 3. 3/√3 ഇൻറ്റു 2 എന്നുള്ളൊരു ആൻസർ കിട്ടും. പക്ഷേ ഇതൊന്നും നമ്മൾ ഓപ്ഷനിൽ കിട്ടുമോ? സൈൻ 60യോ കോസ് 60യോ ടാൻ 60യോ സൈൻ 30യുടെ ഒന്നും വാല്യൂ നമ്മളിങ്ങനെ പഠിച്ചിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. മുകളിലത്തെ 3 അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. √3 ഇൻറ്റു √3 ആരാണ്? അത് 3 അല്ലേ? ബൈ √3 ഇൻറ്റു 2. അല്ലെങ്കിൽ റാഷണലൈസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ √3 എന്ത് ചെയ്യാം? ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? √3 എന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഓപ്ഷൻ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സൈൻ 60യുടെ വാല്യൂ എന്താണ്? സൈൻ 60 ഈക്വൽ ടു √3/2 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്ടാ? സൈൻ 60 ആണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 മൈനസ് ടാൻ സ്ക്വയർ 45 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 45 അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ 45. എന്താണ് ടാൻ 45ൻ്റെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ 1 മൈനസ് 1 സ്ക്വയർ ബൈ 1 പ്ലസ്, അവിടെയും എന്താണ്? ടാൻ 45ൻ്റെ വാല്യൂ 1 ആണ്, അവിടെയും 1 സ്ക്വയർ. അപ്പോൾ 1 മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞ ആൻസർ എന്താണ്ടാ? 1 ആണ്. ബൈ 1 പ്ലസ്, അവിടെയും 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 മൈനസ് 1 0, 1 പ്ലസ് 1 2, 0/n നമ്പർ. ആൻസർ എന്താണ്ടാ? 0. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്ടാ കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി. അടുത്തത് എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ സൈൻ 2a ഈക്വൽ ടു അല്ലേ? സൈൻ 2a ഈക്വൽ ടു എന്താണ്? 2 സൈൻ എ. ഇതിൽ എക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതാണെന്ന് ഓപ്ഷനിൽ ഒരു 4 ഓപ്ഷൻ ഉണ്ട്. 0 ഉണ്ട്, 30 ഉണ്ട്, 45 ഉണ്ട്, 60 ഉണ്ട്. എടാ, ഓരോന്നിടത്ത് അപ്ലൈ ചെയ്ത് നോക്കാം, അതേ ഉള്ളൂ വഴി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റ് 0 അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ സൈൻ 2 ഇൻറ്റു 0 ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ എ എന്ന് പറഞ്ഞാൽ 0 അല്ലേ? എടാ, 2 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ സൈൻ 0. സൈൻ 0 ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ 0. സൈൻ 0യുടെ വാല്യൂ എത്ര? സൈൻ 0. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇപ്പോൾ 2 ഇൻറ്റു ഇപ്പുറത്തെ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അപ്പോൾ രണ്ടും ഒരുപോലെ നമുക്ക് കിട്ടിയില്ലേ? സോ അവിടുത്തെ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു 4ാമത്തെ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഇത് നോക്കി. 2 tan 30 അല്ലേ? 2 tan 30 ബൈ 1 മൈനസ് tan സ്ക്വയർ 30.
നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം tan 30യുടെ വാല്യൂ എന്താണ്. tan 30 ഈക്വൽ ടു എന്താണ് 1/√3. അപ്പോൾ 2 ഇൻറ്റു tan 30യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/√3 ബൈ 1 മൈനസ് വീണ്ടും ഇവിടെ എന്താണ് tan 30 അല്ലേ. അപ്പോൾ എന്താണ് 1/√3 ഹോൾ സ്ക്വയർ. ഈ സ്ക്വയർ നമ്മൾ ആർക്ക് കൊടുക്കണം, 1നും കൊടുക്കണം √3ക്കും കൊടുക്കണം. ഈ 2നെ 1 ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ 2/√3 ബൈ 1 മൈനസ് 1ൻ്റെ സ്ക്വയർ എന്താണ് 1ഉം √3യുടെ സ്ക്വയർ എന്താണ് 3ഉം ആണ്. നമുക്ക് 1നെ 1/1 എന്ന് എഴുതിയിട്ട് ക്രോസ് ചെയ്യാം. 2/√3 ബൈ 1 ഇൻറ്റു 3 എന്താണ്ടാ 3 മൈനസ് 1 ഇൻറ്റു 1 1 അല്ലേ ബൈ അടുത്തത് 1 ഇൻറ്റു 3 1 ഇൻറ്റു 3 എന്താണ്ടാ 3 ഇസ് ഈക്വൽ ടു 2/√3 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്ട് 2/3 ആണ്. എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുക? ഡിനോമിനേറ്ററുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്പിൾ ആണ്. 2/3യുടെ റെസിപ്രോക്കൽ എന്താണ് 3/2. ഈ 2ഉം 2 എന്താണ് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ആൻസർ 3/√3 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷനിൽ കോസ് 60 ഉണ്ട്, സൈൻ 60 ഉണ്ട്, ടാൻ 60 ഉണ്ട്, സൈൻ 30 ഉണ്ട്. ഈ വാല്യൂസ് എല്ലാം ഒന്നും ആര് വരുന്നില്ല 3/√3 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ എന്തോ ഒരു ചെറിയ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, മുകളിലും താഴെ എന്ത് ചെയ്യാം, ഒരു √3 കൊണ്ട് എക്സ്ട്രാ എന്ത് ചെയ്യാന്ന് ഇൻറ്റു ചെയ്യാം. അപ്പോൾ മുകളിൽ എന്ത് കിട്ടും 3√3യും താഴെ √3 ഇൻറ്റു √3 എന്താണ് ആൻസർ 3 ആണല്ലേ. 3 ഇൻറ്റു ഇവിടെ എന്താണ് ക്യാൻസൽ ചെയ്യാം. സോ ഫൈനൽ നമുക്ക് എത്ര കിട്ടും ആൻസർ √3. ഈ ഒരു ആൻസർ നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം അതേതാണ് ആ ഒരു ആൻസർ വരിക നമുക്ക് നോക്കാം. അത് കോസ് 60 ആണോ? കോസ് 60യുടെ വാല്യൂ എന്താണ്ടാ 1/2 ആണ്. സൈൻ 60 ആണോ? അല്ല, അത് √3/2 ആണ്. ടാൻ 60 ആണോ? ടാൻ 60യുടെ ആൻസർ എന്താണ്ടാ √3/1. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ഏതാണ്? ടാൻ 60 ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ടാൻ a + b ഈക്വൽ ടു √3 ആൻഡ് ടാൻ a - b ഈക്വൽ ടു 1/√3, a + bയുടെ വാല്യൂ എന്താണ്ടാ 0ക്കും 90ക്കും ഇടയിലാണ്. എയുടെ വാല്യൂ എന്താണ് ബിയേക്കാൾ എന്താണ് വലുതാണ് അല്ലേ. ഫൈൻഡ് എ ആൻഡ് ബി. നമുക്ക് എയും ബിയും എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. നമുക്ക് ഫസ്റ്റത്തെ എടുക്കാം. ഫസ്റ്റത്തെ ഇവിടെ ആരാണ്ടാ ടാൻ a + b ആണ്. ടാൻ a + bയുടെ വാല്യൂ ഇവിടെ എന്താണ് √3 ആണ്. അപ്പോൾ എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ √3 ആവുക? ടാൻ്റെ വാല്യൂ എപ്പോഴാണ് √3 ആകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചാൽ ടാൻ 30 ആണോ ടാൻ 60 ആണോ? ആൻസർ ടാൻ 60 ആണല്ലേ. അപ്പോൾ ടാൻ 60യുടെ വാല്യൂ ആണ് ഏത് √3 എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ a + bക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ ആരാണ്? അത് 60 ആണ്. a + bക്ക് ഇക്വലൻ്റ് വരുന്ന വാല്യൂ ഏതാണ്ട 60 ആണ്. ഇക്വേഷൻ നമ്പർ 1 ക്ലിയർ. ഇനി വീണ്ടും നമുക്ക് എന്താണ് ടാൻ a - bയിലേക്ക് പോവാം. ടാൻ a - b എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് പറയുന്നത് 1/√3. ടാൻ a - b എത്രയാണ്ട 1/√3. അപ്പോൾ എപ്പോഴാണ് ടാൻ്റെ വാല്യൂ 1/√3 ആവുക? എപ്പോഴാണ് ടാൻ്റെ വാല്യൂ 1/√3 ആവുക? ടാൻ 30യുടെ വാല്യൂ എത്രയാണ്ടാ 1/√3 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ a - b എന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും? a - bയുടെ വാല്യൂ എത്രയാണ്ടാ ആൻസർ 30 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് എയും ബിയുടെ കണ്ടുപിടിക്കേണ്ടത് a + b എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയാം, a - b എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയാം. നമുക്ക് രണ്ടും കൂടെ എന്താണ് ബൈ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ഈ രണ്ട് ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യാമെന്ന് ആഡ് ചെയ്യാം. അപ്പോൾ 1 + 2 നമുക്ക് ചെയ്യാം. അപ്പോൾ 1 + 2 എന്ന് പറഞ്ഞാൽ ആരാണ്ട 1 + 2 ഇവിടെ 1 ആരാണ് 1 a + b ഈക്വൽ ടു അല്ലേ. അപ്പോൾ a + b ഈക്വൽ ടു 60. അതും പിന്നെ നമുക്ക് അടുത്ത ഇക്വേഷൻ ഏതാണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണ്ട a - b അല്ലേ. a - b ഈക്വൽ ടു ഏതാണ്ട 30. നമുക്ക് രണ്ടും കൂടെ എന്ത് ചെയ്യാം ആഡ് ചെയ്യാം. അപ്പോൾ a + a എന്താണ്
2a മൈനസ് പ്ലസ് ബി കൊണ്ട് എന്തായി പോവും? ക്യാൻസലായി പോവും. 60 + 30 എത്ര എൻ്റെ ആൻസർ? 90. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കും? 90/2. 90/2 എത്രയാണ്ട? 45. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആരുടെ വാല്യൂ വേണം? ബിയുടെ വാല്യൂ വേണം. അപ്പോൾ ബിയുടെ വാല്യൂ വേണമെങ്കിൽ ഒന്നിലോ രണ്ടിലോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യുക? നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എവിടെയാണ്? ഒന്നാമത്തെ ഇക്വേഷൻ a + b = 60. അതിൽ എയുടെ വാല്യൂ 45 അല്ലേ? 45 + b = 60. അങ്ങനെ ബി എന്തായിരിക്കും? +45 അപ്പുറത്ത് പോകുമ്പോൾ -60 - 45 എത്രയാണ് ആൻസർ? 15. അതായത് നമ്മുടെ എയുടെ വാല്യൂ എന്താണ്? 45ഉം ബിയുടെ വാല്യൂ എന്താണ്? 15ഉമാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് ആർ ട്രൂ ഓർ ഫോൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കി, sin a + b. sin a + b എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. sin a + b എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് sin a + sin b എന്നാണ്. ഇത് എന്താണ്? ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല, ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇത് നമുക്ക് എന്താണ്? ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ തൽക്കാലം എയ്ക്ക് 60യും എയുടെ വാല്യൂ 60യും ബിയുടെ വാല്യൂ 30 എടുക്കുകയാണേ. ഈ രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സൈൻ? നമുക്ക് ആദ്യം ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് ചെയ്ത് നോക്കാം. sin a + b എന്ന് പറയുന്നത് എന്താണ്? sin a എന്ന് പറഞ്ഞാൽ ആരാണ്? a 60 ആണല്ലേ? അപ്പോൾ 60 + b എന്ന് പറയുന്നത് എത്രയാണ്? 30. അപ്പോൾ sin 60 + 30 എന്ന് പറഞ്ഞാൽ 90. sin 90യുടെ വാല്യൂ എത്രയാണ്? sin 90 1 ആണ് വാല്യൂ. എത്രയാണ് വാല്യൂ? 1. ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കാം. റൈറ്റ് സൈഡ് ആരാണ്? റൈറ്റ് സൈഡ് അവിടെ sin a + sin b എത്രയാണ്ട? sin a എന്ന് പറയുന്നത് എത്രയാണ്? sin 60 + sin 30. sin 60 എന്ന് പറയുന്നത് എത്രയാണ്ട? √3/1 എന്നുള്ള ഇടയാണ് ഞാൻ. പ്ലസ് sin 30 എന്ന് പറഞ്ഞാൽ 1/√3. നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. √3 × √3 എത്രയാണ്ട ആൻസർ? 3. പ്ലസ് അടുത്ത 1 × 1. 1 × 1 എത്രയാണ്? 1 അല്ലേ? ബൈ അടുത്ത 1 × √3 ആൻസർ √3. അതായത് കിട്ടുക എന്ന ആൻസർ 4/√3. നോക്കിക്കേ, ഇവിടെ കിട്ടിയ ആൻസർ 1, ഇവിടെ കിട്ടിയത് 4/√3. രണ്ടും ഈക്വൽ ആണോ? അല്ല, രണ്ടും എന്താണ്ട? നോട്ട് ഈക്വൽ ആണ്. sin a + b എന്ന് പറഞ്ഞാൽ എന്തല്ല? sin a + sin b അല്ല. ഓക്കെ, നോക്കി നമ്മുടെ അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ദി വാല്യൂ ഓഫ് sin θ ഇൻക്രീസസ് ആസ് θ ഇൻക്രീസസ്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ആണല്ലേ? അതായത് ആംഗിൾ കൂടുന്നതിനനുസരിച്ച് സൈൻ്റെ വാല്യൂ എന്താണ്? കൂടുന്നു. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? ആംഗിൾ കൂടുന്നതിനനുസരിച്ച് സൈൻ്റെ വാല്യൂവും കൂടുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കിയാൽ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ഞാനൊരു 5 വാല്യൂ എടുത്തിട്ടുണ്ട്. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. sin 0 എത്രയാണ്ട? 0. ഒരു ചെറിയ വാല്യൂ ആണ് അല്ലേ? 0. sin 30 ആംഗിൾ കൂടിയപ്പോൾ അവിടെ വാല്യൂ എത്രയായി? 1/2 ആയി. 1/2 0.5 ആണ്. അപ്പോൾ 0യേക്കാൾ ഇൻക്രിമെൻ്റ് ഉണ്ട്. 45 ആകുമ്പോൾ അവിടെ ആൻസർ 1/√2 ആണ്. 60 ആകുമ്പോഴും √3/2 ആണ്. 90 ആകുമ്പോൾ ഇവിടെ എത്രയായത്? 1 ആയി. 0 തുടങ്ങി എവിടെ വരെ എത്തി? 1 വരെ എത്തി. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്ട? ട്രൂ ആണ്. ശരിയായിട്ടുള്ളൊരു ആൻസർ ആണ്. അതായത് തീറ്റ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് എന്താണ്? സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താവും? അങ്ങ് ഇൻക്രീസ് ആവുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദി വാല്യൂ ഓഫ് കോസ് തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. അതായത് ആംഗിൾ കൂടുന്നതിനനുസരിച്ച് കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും വാല്യൂ കൂടുന്നു എന്നാണ് ക്വസ്റ്റ്യൻ, എന്നാണ് നമ്മുടെ പോയിന്റ് അല്ലേ? നിങ്ങളിവിടെ നോക്കിയേ, ഇവിടെ തീറ്റ 0, 30, 45, 60, 90 എടുത്തിട്ടുണ്ട്. കോസിയുടെ വാല്യൂ 1 ആണ്. അത് കഴിഞ്ഞ് എന്താണ്? cos 30 √3/2 ആണ്. അടുത്ത cos 45 1/√2 ആണ്. cos 60 1/2 ആണ്. അടുത്ത cos 90. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും 1ൽ നിന്ന് ഈ വാല്യൂ എന്ത് ചെയ്യാണ്? കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച്, അതായത് നമ്മുടെ ആംഗിൾ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് കോസിൻ്റെ വാല്യൂ എന്താകുന്നില്ല? ഇൻക്രീസ് ആകുന്നില്ല. പകരം അതെന്താവുകയാണ് ചെയ്യുന്നത്? ഡിക്രീസ് ആവുകയാണ്, താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കുറയുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്, രണ്ടാമത്തെ ട്രൂ ആണ്, മൂന്നാമത്തത് എന്താണ്ട ഫാൾസ് ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. സൈൻ തീറ്റ ഈക്വൽ ടു എന്താണ്ട സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റയാണ്. അവിടെ പറയുന്നത് എനിക്ക് ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ, തീറ്റയുടെ ഏത് വാല്യൂ എടുത്താലും ഇത് ഈക്വൽ ആയിരിക്കുമെന്ന്. അങ്ങനെയാണോ? അല്ല. അതായത് സൈൻ 30യുടെ വാല്യൂന് ഇക്വലൻ്റ് അല്ല, കോസ് 30യുടെ വാല്യൂ രണ്ടും രണ്ടാണ് അല്ലേ. നമ്മളിത് ഈക്വൽ ആയിട്ട് വരുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടീഷൻ വെച്ച് ഏതേ ഉള്ളൂ, അത് 45 ആണ്. സൈൻ 45ൻ്റെ വാല്യൂവും അതുപോലെ കോസ് 45ൻ്റെ വാല്യൂ എന്താണ്ട അത് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിതുവരെ പഠിച്ചുവന്ന രീതി അനുസരിച്ച് ഇത് രണ്ടുമാണ് ഈക്വൽ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ള ഒന്നിനും എന്തല്ല, വാല്യൂസ് ഈക്വൽ അല്ല. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് ആണ്. അടുത്തത് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, കോട്ട് എ ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ എ ഈക്വൽ ടു 0 ഡിഗ്രി. എയുടെ വാല്യൂ 0 ഡിഗ്രി, അതായത് കോട്ട് 0 ഒരിക്കലും നോട്ട് ഡിഫൈൻഡ് ആണെന്നാണ് പറയുന്നത്. നോട്ട് ഡിഫൈൻഡ്, അത് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് കോട്ട് എ എന്ന് പറഞ്ഞാൽ അതാരാണ്? അപ്പോൾ അതിന് നമുക്ക് ആദ്യം ടാൻ എ എന്താണെന്ന് നോക്കാം. ടാൻ എ എന്താണ്? ടാൻ എ എന്താണോ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കണമല്ലോ ഈ പറയുന്ന കോട്ട് എ അല്ലേ. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്ട? സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ടാൻ 0 കണ്ടുപിടിക്കുക. ടാൻ 0 എന്ന് പറയുന്നത് എന്താണ്ട? സൈൻ 0 ബൈ കോസ് 0. സൈൻ 0യുടെ വാല്യൂ എത്രയാണ്? 0യും കോസ് 0യുടെ വാല്യൂ എത്രയാണ്? 1ഉമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോട്ട് 0 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇതിന് നേരെ എന്താണ്? റെസിപ്രോക്കൽ അല്ലേ. 0/1ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1/0. എനി നമ്പർ ബൈ 0 എന്താണ്? നോട്ട് ഡിഫൈൻഡ്. നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റൂല? ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ്? അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് തന്നെയാണ്? ട്രൂ തന്നെയാണ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണത്. അപ്പോൾ നമ്മുടെ എക്സസൈസ് 8.2 ഫുള്ളായിട്ട് എന്തായിട്ടുണ്ട്? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. നല്ല രീതിയിൽ ഇതെല്ലാം എന്താണ് നമ്മളിന്ന് ചെയ്ത ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണ്? ഒരു MCQ ലെവൽ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.